ആലുവ രാജഗിരി ആശുപത്രിയിൽ രോഗി മരിച്ചത് ശസ്ത്രക്രിയ പിഴവിനെ തുടർന്ന് എന്ന് സമ്മതിച്ചു ഡോക്ടർ. ഇത് വ്യക്തമാക്കുന്ന വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എറണാകുളം ചോറ്റാനിക്കര സ്വദേശി ബിജു തോമസ് ആണ് മരിച്ചത്. നടുവേദനയ്ക്ക് കീഹോൾ ശസ്ത്രക്രിയയ്ക്ക് ഇടെ ഞരമ്പ് മുറിഞ്ഞതാണ് മരണകാരണം എന്നുള്ളതാണ് ബന്ധുക്കളുടെ പരാതി. ആദ്യം നടത്തിയ ശസ്ത്രക്രിയയിലെ പിഴവ് കാരണം ആണ് ബിജുവിന് രക്തസ്രാവം ഉണ്ടായത് എന്ന് ഡോക്ടർ മനോജ് സമ്മതിക്കുന്ന വീഡിയോ ആണ് കുടുംബം പുറത്തുവിട്ടിട്ടുള്ളത്. ഞാൻ ഡോക്ടർ മനോജ്, ന്യൂറോ സർജനാണ്. അപ്പോൾ നമുക്ക് വയറിൽ ഡോക്ടർ പറഞ്ഞല്ലോ ബ്ലീഡിങ് ഉണ്ടായിരിക്കുവാണ്, കുറച്ച് കാര്യമായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ട്. സർജറിയുടെ കോംപ്ലിക്കേഷനാണ്. ഉള്ളിലൊരു രക്തക്കുഴൽ നിന്നാണ് ബ്ലീഡിങ് വരുന്നത്, ഒരു പ്രധാനപ്പെട്ട രക്തക്കുഴലിൽ നിന്ന്. പക്ഷേ എനിക്കിങ്ങനെ ഒരു പ്രോബ്ലം ആദ്യമായിട്ടാണ് വരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി കുറച്ചൊരു സീരിയസ് പ്രോബ്ലവുമാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാലും ഇന്നലെ തന്നെ പ്രയാസം കാണേണ്ടതായിരുന്നു. എന്തോ കാരണം കൊണ്ട് ഇന്നലെ ഭാഗ്യത്തിനത് സ്റ്റോപ്പായി. ഇന്ന് രാവിലെ എപ്പോഴോ ചുമക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്തപ്പോഴത്തേക്കും ആ ഗ്യാപ്പിന് വീണ്ടും അത് ഓപ്പണായി വീണ്ടും ബ്ലീഡ് ചെയ്തതായിരിക്കണം. ഈ സർജറി ചെയ്തപ്പോൾ ആയിരിക്കണം, സർജറി ചെയ്തപ്പോൾ ഉണ്ടായത് തന്നെ ആയിരിക്കണം കേട്ടോ. പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഇപ്പം നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അതിനെക്കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിക്കാം കേട്ടോ. അപ്പോൾ എത്രയും കാര്യം ഇപ്പോൾ ഒരു ജീവൻ അപകടമുള്ള സിറ്റുവേഷനാണ്, ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ബ്ലീഡിങ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി നിർത്തിയില്ല എങ്കിൽ അപകടമാണ്. അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി നമ്മൾ അവിടെ കൊണ്ടുപോയി ഇത് അടച്ച് തൽക്കാലം ബ്ലീഡിങ് നിർത്തുക. അത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ കൂടുതലായിട്ട് അത് സ്ഥിരമായിട്ട് നിർത്താനും കൂടുതൽ പ്രോബ്ലം ഉണ്ടാകാതിരിക്കാനും എന്ത് പറ്റുമെന്നുള്ളത് ഇത് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. സംഭവത്തിൽ ശക്തമായ നടപടി വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. നടുവായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡിസ്കിൻ്റെ ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. കാരണം നമ്മൾ 25-ാം തീയതി നമ്മളോട് അഡ്മിറ്റായി. 27-ാം തീയതിയാണ് സർജറി ചെയ്യുന്നത്. 27-ാം തീയതി സർജറിക്ക് ശേഷം ഒരു 6 മണിയായപ്പോഴേക്കും റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഒരു 7 മണി 7:30 ആയപ്പോഴേക്കും പുള്ളിക്ക് വയറുവേദന തുടങ്ങി, വയറ് നന്നായിട്ട് വീർക്കാനും തുടങ്ങി. അതിനെ തുടർന്ന് നമ്മൾ അവരോട് ബന്ധപ്പെട്ടപ്പോൾ ഗ്യാസ്ട്രോയുടെ ഡോക്ടർ വന്ന് നോക്കുകയും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടാണെന്ന് പറയുകയും ചെയ്തു. അതിനൊരു മരുന്നും കൊടുത്തു. പക്ഷേ അതിനുശേഷം അവർ പോയി ചേട്ടൻ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി. രാവിലെ സർജറി ചെയ്ത ഡോക്ടർ മനോജ് വന്നപ്പോൾ പറഞ്ഞു അത് ഇങ്ങനെ കിടന്നതിൻ്റെ ആയിരിക്കും, കുറേ നേരം രാവിലെ വരെ കിടന്നതിൻ്റെ ആയിരിക്കും, അപ്പോൾ ഒന്ന് നടന്നു നോക്കാൻ പറഞ്ഞു ഗ്യാസ് കുറയാനായിട്ട്. അതിനുശേഷം ഡോക്ടർ പോവുകയും നടന്നു നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് കുഴഞ്ഞു ബെഡിലേക്ക് വീഴുകയും ചെയ്തു. BP കുറഞ്ഞു കുറഞ്ഞു പോയി. അങ്ങനെ അപ്പോൾ 12:30 സമയമായി. അപ്പോഴേക്കും പിറ്റേ ദിവസം സർജറി തലേദിവസം 12:30 ഉച്ചയ്ക്ക് ആദ്യത്തെ സർജറി ചെയ്തയാളാണ്. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 12:30 ആകുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. സർജറി ആയിട്ട് 3ാമത്തെ സർജറി വയറ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചാലാണ് പ്രഷർ കുറയുള്ളൂ എന്ന് പറഞ്ഞു. പ്രഷർ കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ വയറ് ഒരല്പം തുറന്നു വെക്കുന്നു എന്ന് പറഞ്ഞാണ് നമ്മളോട് കൺസെൻ്റൊക്കെ എഴുതി മേടിച്ചത്. ഞാനിപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇതിൻ്റെ സമയത്ത് കണ്ടപ്പോൾ, ഇൻക്വസ്റ്റിൻ്റെ സമയത്ത് കണ്ടപ്പോൾ വയറ് ഒരുപാട് നീളത്തിൽ കയറി മുറിച്ച് വെച്ചിരിക്കുന്നതാണ് വേണ്ടത്. അതേ തുടർന്ന് പിന്നെ റൂമിലേക്ക് മാറ്റുകയും വലിയ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാലും ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ 12:30 ആയപ്പോഴേക്കും എന്നെ റൂമിലേക്ക് പെട്ടെന്ന് വിളിക്കുകയും BP പെട്ടെന്ന് കുറഞ്ഞു പോവുകയാണ്, പൾസ് കുറഞ്ഞു പോവുകയാണ്, ഹാർട്ട് ബീറ്റ് കുറഞ്ഞു പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ വിളിച്ച് കാണിക്കേണ്ടവരെ കാണിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഭാര്യയും മക്കളെയൊക്കെ വിളിച്ച് കാണിച്ചു. അതിനിടെ മാധ്യമ വാർത്തകൾ തള്ളി രാജഗിരി ആശുപത്രി രംഗത്ത് വന്നു. ഏത് അന്വേഷണവുമായും സഹകരിക്കാൻ തയ്യാറാണ് എന്നും ആശുപത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കുടുംബത്തിന്റെ പരാതിയിൽ എടത്തല പോലീസ് രാജഗിരി ആശുപത്രിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, നമ്മൾ നേരത്തെ ശാസ്ത്രീയമല്ലാത്ത ചികിത്സാ രീതികളെ സംബന്ധിച്ച വാർത്തയാണ് പുറത്തുവിട്ടത് എങ്കിൽ ഇവിടെ ഇപ്പോഴിതാ ശാസ്ത്രീയമായ ചികിത്സ, പക്ഷേ അവിടെ ഡോക്ടറിന് പിഴവ് സംഭവിച്ചു എന്ന ആക്ഷേപം ആണ് ഉയരുന്നത്. അത്തരത്തിൽ പിഴവ് സംഭവിച്ചതായി സമ്മതിക്കുന്നു എന്ന മട്ടിലുള്ള വീഡിയോ അടക്കം പുറത്തുവരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആശുപത്രി അധികൃതർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഏത് അന്വേഷണത്തിനും ഒരുക്കമാണ് എന്നാണ്. ഈ ആശുപത്രി അധികൃതർ ഈ മരണത്തിലേക്ക് എത്തിയ സാഹചര്യം, അതായത് ശസ്ത്രക്രിയയെ തുടർന്ന് എങ്ങനെയാണ് ഈ രോഗി മരിക്കാനുണ്ടായ പശ്ചാത്തലം എന്ന് വ്യക്തമാക്കുന്നുണ്ട്.
അഭിലാഷ്, രാജഗിരി ആശുപത്രി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഇത് ഏത് അന്വേഷണത്തോടും നേരിടാൻ തയ്യാറാണ്. ഈ പറയുന്ന കുടുംബം പറയുന്നത് പോലെ തന്നെയാണ്. ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം റൂമിലേക്ക് മാറ്റുന്നു. അതിനുശേഷമാണ് വയറിന് വയ്യ എന്ന് പറയുന്നത്. 27-ാം തീയതി രാത്രിയാണ് വയറ് വീർത്തു വരികയും വലിയ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ചെയ്തത്. അപ്പോൾ തന്നെ സ്കാനിങ്ങിന് വിധേയമാക്കിയിട്ടുണ്ട്. ആ സമയത്ത് ഈ ആന്തരമായിട്ടുള്ള രക്തസ്രാവമാണ് കാരണമെന്ന് മനസ്സിലാകുകയും അപ്പോൾ തന്നെ വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് നടത്തിയ സർജറിക്ക് ശേഷവും രക്തസ്രാവം കൂടിയതിനെ തുടർന്നാണ് വെന്റിലേറ്ററിലേക്ക് പ്രവേശിപ്പിക്കുകയും BP കുറയുകയും മറ്റ് അസ്വസ്ഥതകൾ ഉണ്ടായി പേഷ്യന്റ് മരിക്കുകയും ചെയ്തു എന്നായിരുന്നു വാർത്താക്കുറിപ്പിൽ പറയുന്നത്. പക്ഷേ കുടുംബം പിന്നെയും അവരുടെ കയ്യിലുള്ള സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് മാധ്യമങ്ങളെ കാണിച്ചിരുന്നു. ആ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ആശുപത്രിയിൽ പറയുന്നത് 27-ാം തീയതി രാത്രി തന്നെ സ്കാനിങ് ചെയ്തു എന്നാണ്. പക്ഷെ അത് പൂർണ്ണമായും തെറ്റാണ്. ആ രോഗിയുടെ ബന്ധുക്കൾ നൽകിയ സ്കാനിംഗ് റിപ്പോർട്ടിൽ കൃത്യമായിട്ടുള്ള ഡേറ്റ് ഉണ്ട്, ഡേറ്റും സമയവുമുണ്ട്. അത് 28-ാം തീയതി ഉച്ചയ്ക്ക് 1:30 മണിക്കാണ് സ്കാനിംഗ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ആശുപത്രി പറയുന്നത് വീണ്ടും കള്ളമാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് കുടുംബത്തിന്റെ പക്കലുള്ളത്. ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ പറയുമ്പോൾ കൂടിയും അവർ ഈ കുറിപ്പിലടക്കം പറഞ്ഞിരിക്കുന്നത് പച്ചക്കള്ളമാണെന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ആശുപത്രി അവരുടെ ഭാഗം ക്ലിയർ ആക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ കുടുംബത്തിന്റെ ആരോപണങ്ങളെ പൂർണ്ണമായും നിഷേധിക്കുന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ആ കുടുംബത്തെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലാതെ നടന്നുകൊണ്ടാണ് രാജഗിരി ആശുപത്രിയിലേക്ക് ഈ ബിജു പോയത്. നടുവേദന മാത്രമായിരുന്നു ആ സമയത്തുണ്ടായത്. പിന്നീട് ഈ കീഹോൾ ശസ്ത്രക്രിയയിലൂടെ അതില് ഈ നടുവിനുണ്ടായിരിക്കുന്ന ഒരു ഞരമ്പിലാണ് ഒരു പ്രശ്നമുണ്ടായത്. അത് സർജറി ചെയ്ത് മാറ്റാമെന്ന് ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് അവിടെ ശസ്ത്രക്രിയ നടത്തുകയും പിന്നീട് റൂമിലേക്ക് മാറ്റി വയ്യാണ്ടാകുന്നു. അപ്പോൾ പോലും പിറ്റേ ദിവസം പോലും റൗണ്ട്സിന് ഡോക്ടർ എത്തിയത് അത് ഗ്യാസിന്റെ പ്രശ്നമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഗ്യാസിന്റെ മരുന്നാണ് നൽകിയത്. ഒന്ന് നടക്കാനൊക്കെ നിർദ്ദേശിക്കുന്നുണ്ട്. ആ നടത്തിത്തത്തിലാണ് കുഴഞ്ഞു വീഴുകയും പിന്നീട് വെന്റിലേറ്ററിലേക്ക് ഈ ബിനുവിനെ പ്രവേശിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. വലിയ പ്രാരാബ്ധമുള്ള ഒരു കുടുംബമാണ്, വലിയ ബാധ്യതകളുള്ള കുടുംബമാണ്. 2 കുഞ്ഞു കുട്ടികളാണ് ബിജുവിനുള്ളത്. ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത നിസ്സഹായരായ നിൽക്കുന്ന അവസ്ഥയിലാണ് ആ കുടുംബവും ബന്ധുക്കളും ഒക്കെ. എന്തായാലും പോലീസിന്റെ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. എടത്തല പോലീസ് കേസെടുത്തിട്ടുണ്ട്. കുടുംബത്തിന്റെ ആവശ്യപ്രകാരം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഒരിക്കൽ കൂടി പോസ്റ്റ്മോർട്ടം നടത്തും. ആ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം മൃതദേഹവുമായി രാജഗിരി ആശുപത്രിയുടെ മുന്നിൽ നിർത്തി വലിയൊരു പ്രതിഷേധം സംഘടിപ്പിക്കുവാനാണ് കുടുംബവും തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ രാജഗിരി ആശുപത്രിയിൽ നിന്നും കൃത്യമായിട്ടുള്ള ഒരു ചികിത്സാ പിഴവുണ്ടായി എന്ന് ഡോക്ടർ വരെ സമ്മതിക്കുന്നതാണ് നമുക്ക് ആ വീഡിയോ ക്ലിപ്പിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിൽ പ്രത്യേകം എടുത്ത് ചോദിക്കുന്നുണ്ട് കുടുംബം, ഈ ശസ്ത്രക്രിയയിൽ ഉണ്ടായ തകരാറാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ അങ്ങനെ തന്നെ ആവാമെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അതിനർത്ഥം ഈ ശസ്ത്രക്രിയ നടത്തിയപ്പോൾ എന്തോ ഒരു സംഭവം, ഒരു തകരാറുണ്ടായി. അതിനെ തുടർന്നാണ് ആന്തരിക രക്തസ്രാവം ഉണ്ടാകുകയും പിന്നീട് വെന്റിലേറ്ററിലേക്ക് പ്രവേശിപ്പിച്ച് മരിക്കുന്ന സാഹചര്യത്തിലേക്ക് ബിജു പോവുകയും ചെയ്യുന്നതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എന്തായാലും രാജഗിരി ആശുപത്രിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെയാണ് കുടുംബം. വളരെ പ്രധാനപ്പെട്ടതാണല്ലോ നവമി, ഈ സൂചിപ്പിക്കുന്ന പോലെ ഒരു ഡോക്ടർ തന്നെയാണ് സംസാരിക്കുന്നത്. ഒരു പക്ഷേ കുടുംബം ആ ഡോക്ടർ അറിയാതെ എടുത്ത വീഡിയോ ആയിരിക്കണം. അതിൽ ഒരു പക്ഷേ ഒന്നിലധികം ആളുകളോടായിരിക്കാം സംസാരിച്ചത്. അങ്ങനെയുള്ള ദൃശ്യമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഈ സൂചിപ്പിക്കുന്ന പോലെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്ന സാഹചര്യം ഉണ്ടാകുമോ? ആ ഡോക്ടറിൻ്റെ പ്രതികരണം അതിൽ തന്നെ ഫോക്കസ് ചെയ്താണോ ഈ കുടുംബം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? കുടുംബം പറയുന്നത് നമ്മളിപ്പോൾ പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ മാത്രമല്ല അതിനുശേഷവും ഈ ബിജുവിൻ്റെ മരണം ഉറപ്പാക്കിയതിന് ശേഷം ഈ ആശുപത്രിയിലെ ചില ഡോക്ടർമാരും ഈ കുടുംബവുമായി നേരിട്ട് സംസാരിച്ചു. ഇവർ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ കൂടി ഇവർ നേരിട്ട് സംസാരിക്കണമെന്ന് പറയുകയും ഒരു കോൺഫറൻസ് റൂമിൽ വെച്ച് സംസാരിക്കുമ്പോഴും ഡോക്ടർ അത് ആവർത്തിക്കുകയും ചെയ്തു എന്ന് കുടുംബം ഉറച്ചു തന്നെ പറയുന്നുണ്ട്. ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഡോക്ടറിനോട് വീണ്ടും ചോദിക്കുന്നുണ്ട്, ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഈ ആദ്യ ശസ്ത്രക്രിയ നടത്തിയതിൽ പ്രശ്നം തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ
ചോദിച്ചപ്പോൾ അതെ എന്ന് ഡോക്ടർ പറയുന്നതായി കുടുംബം വീണ്ടും സ്ഥിരീകരിക്കുന്നുണ്ട്. ആ അടിസ്ഥാനത്തിൽ തന്നെയാണ് പരാതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. ആകെ ഒരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ ബിജുവിനെ കൊണ്ടുവന്നത്. പക്ഷേ പിന്നീട് 2 ശസ്ത്രക്രിയയാണ് ബിജുവിന് ചെയ്തത്. രണ്ടാമത് ഈ വയറിലെ രക്തസ്രാവം മൂലം ആദ്യം ഒരു സർജറി ചെയ്യുന്നുണ്ട്, സ്റ്റെൻഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വയറ് കീറി അതിൻ്റെ ആ നീര് എടുത്ത് കളയണമെന്ന് പറഞ്ഞ് വീണ്ടും ശസ്ത്രക്രിയയ്ക്ക് ചെയ്യാൻ നിർബന്ധിതനാകുന്നു. അങ്ങനെ 3 തവണയാണ് ശസ്ത്രക്രിയ ചെയ്ത് 3ാമത്തെ ശസ്ത്രക്രിയയിലാണ് രോഗിയുടെ അവസ്ഥ വളരെ മോശമാകുകയും വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയും മണിക്കൂറുകൾക്കുള്ളിൽ മരിച്ചു എന്ന് കുടുംബത്തെ അറിയിക്കുകയും ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഭിലാഷ് ഇവിടെ സൂചിപ്പിക്കേണ്ടത്, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരു നടുവേദനയായി മാത്രം നടന്ന് തന്നെ ആശുപത്രിയിലേക്ക് കയറിയ ഒരു രോഗിയാണ് പിന്നീട് മരിച്ച് തിരിച്ചു കൊണ്ടുവരേണ്ട അവസ്ഥ കുടുംബത്തിനുണ്ടായിരിക്കുന്നത്. കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. ആരോഗ്യമന്ത്രി അടക്കം കണ്ട് ഒരു പരാതി നൽകുവാനൊക്കെ തയ്യാറായിരിക്കുകയാണ് അവർ. കാരണം ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കുടുംബം പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. തീർച്ചയായും ഒരു കുടുംബത്തിന്റെ ആശ്രയം ആണ് ഇല്ലാതായത്. ആ രോഗി നടന്ന ആശുപത്രിയിലേക്ക് എത്തിയതാണ്, പക്ഷേ ചേതനയേറ്റ ശരീരവുമായിട്ടാണ് മടങ്ങുന്നത് എന്നുള്ളതാണ്. ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശ്രയമായിരുന്നു എന്ന് പറയുമ്പോൾ 2 കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഉള്ള കുടുംബമാണ്. അവരുടെ ജീവിതം കൂടിയാണ് വഴിമുട്ടുന്ന സാഹചര്യമുള്ളത്. ചികിത്സാ പിഴവ് ആണെങ്കിൽ തീർച്ചയായും അതിൽ നടപടി ഉണ്ടാകണം.